ആവശ്യത്തിന് എരിവും പുളിയും ഉപ്പും എല്ലാം ഒരു അടിപൊളി റെസിപ്പിയാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്ത് നോക്കാനും പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ സാധാരണക്കാരുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ചേർന്ന് നിൽക്കുന്ന ഒരു അഡാർ ഐറ്റം കൂടിയാണ്. നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ പോയാൽ കൊള്ളാം, ഇന്ന ആളോട് സംസാരിച്ചാൽ കൊള്ളാം, ഇത് കഴിച്ചാൽ കൊള്ളാം, അത് കഴിച്ചാൽ കൊള്ളാം, അങ്ങനെയൊക്കെ തോന്നാറില്ലേ? ഓരോരോ ആഗ്രഹം. അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ ഫിഷ് മാർക്കറ്റിന്റെ മുന്നിൽ എത്തി നിൽക്കുന്നത് കേട്ടോ. ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് നമ്മുടെ കുക്കും നമ്മളെ വെൽക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ കാണുന്നതാണ് കക്ക. എരുന്തെന്നൊക്കെ പറയും, പിന്നെ വേറെ എന്താ പറയാന്ന് എനിക്കറിയില്ല. പല നാട്ടിലും പല രീതിയിലാണ് ഇത് അറിയപ്പെടുക. അപ്പോൾ ഇത് തന്നെയായിരുന്നു എൻ്റെ ടാർഗറ്റും. ഇത് മേടിക്കാൻ തന്നെയാണ് ഞാൻ ഈ മാർക്കറ്റിലേക്ക് വന്നതും. ഫിഷ് മാർക്കറ്റിലേക്ക് വരണതും തൃശ്ശൂർ പൂരത്തിന് പോണതും ഒരേ ഫീലായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു സ്ഥലമാണ് ഈ ഫിഷ് മാർക്കറ്റിൽ പോയിട്ട് അവിടെ ഇങ്ങനെ കിടക്കണ മീനുകൾ കാണാനും പിന്നെ അവർ കട്ട് ചെയ്യുന്നത് കാണാനൊക്കെ. അപ്പോൾ നമ്മൾ വന്ന കാര്യം മറക്കുന്നില്ല, കക്ക മേടിക്കാൻ തന്നെ. ഫിഷ് മാർക്കറ്റിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ച് പോകാൻ നേരം ഓപ്പോസിറ്റ് ഞങ്ങളെ നോക്കി ടാറ്റ പറഞ്ഞുകൊണ്ട് വന്ദേ ഭാരതും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. വന്ദേ ഭാരത് പ്രാണയുടെ എവരുടെയും ഫേവറേറ്റ് കൂക്കുവാണ്. കൂക്കു എന്നുള്ള ട്രെയിനെ പറയാം. അപ്പോൾ ഇനി ഞാൻ പറഞ്ഞ് വലിച്ചു നീട്ടി ബോറാക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ പുതിയൊരു കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഒരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ട് ഞാൻ ഈ എരുന്തിനെ കക്കാന്ന് തന്നെയാണ് കേട്ടോ വീഡിയോയുടെ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്ക് എരുന്തെന്നൊന്നും വായിൽ വരില്ല. നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞ് ശീലിച്ചത് കക്കാന്നല്ലേ. അപ്പോൾ അതുകൊണ്ട് കക്ക വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഞാൻ ചെയ്യാൻ പോണത്. ഭയങ്കരമായ എന്താ പറയുക, ഒരു അഡാർ ഐറ്റം എന്നൊന്നും ഞാൻ പറയുന്നില്ല. വളരെ സാധാരണക്കാരുടെ ഇടയിൽ അത്യാവശ്യം എന്താ പറയുക കഴിച്ചു കൂടാൻ പറ്റാവുന്ന ഒരു നല്ലൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കുട്ടിക്കാലമാണ് കേട്ടോ. കുട്ടിക്കാലത്ത് നമ്മൾ കഴിച്ചു കൂട്ടിയതും കണ്ടുകൂട്ടിയതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണല്ലോ പിന്നീട് നമ്മുടെ ഓർമ്മയിൽ തെളിഞ്ഞു വരുമ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നണേ. അങ്ങനെ ഒരു തോന്നലിൻ്റെ ഭാഗമാണ് ഈ ഒരു വീഡിയോ. ഞാനൊരു 90s കിഡാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിലെ പല രുചികളും അതുപോലെ പല കളികളൊക്കെ ഇന്നും മനസ്സിൽ നല്ല എന്താ പറയുക നനുത്ത ഓർമ്മകളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് താനും. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അവരോടൊരു സങ്കടവും തോന്നാറുണ്ട്. അപ്പോൾ ഈ 90s ജനിച്ച ഞാൻ ഒരു ഗ്രാമത്തിലും കൂടിയാണെങ്കിൽ പിന്നെ പറയണ്ട, ആ രുചികളും എല്ലാം നമ്മുടെ നാവിൻ്റെ തുമ്പിലുണ്ടാവില്ലേ. എൻ്റെ വീട്ടിലെ എല്ലാവരും നന്നായി കുക്ക് ചെയ്യും കേട്ടോ. എൻ്റെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ അടിപൊളി കുക്കാണ്. എൻ്റെ അച്ഛനും വലിയച്ഛനൊക്കെ ഈ പാചകം ചെയ്ത് കൊടുക്കില്ലേ നമ്മൾ, അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ പോയിരുന്ന ആൾക്കാരെ. ഇപ്പം പിന്നെ പ്രായമായി, ഇപ്പം അവരൊന്നും പോകുന്നില്ല. അപ്പോൾ ആ ഒരു ടേസ്റ്റോ അല്ല വെച്ചെങ്കിൽ അവരുടെ ആ ഒരു കൈപ്പുണ്യമൊക്കെ എനിക്കും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് പലരും ഇങ്ങനെ അഭിപ്രായം പറയുമ്പോൾ ഞാനിങ്ങനെ തള്ളി മറിക്കാമെന്നൊന്നും വിചാരിക്കരുത്. മാത്രമല്ല ഈ ചേച്ചിയുടെ കക്ക വൃത്തിയാക്കൽ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും വിചാരിക്കരുത്. ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടി തന്നെ ഞാൻ ഈ ലോങ് ആയിട്ട് ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പോകാതെ. ഞാനിപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് കാരണം നിങ്ങൾക്ക് എൻ്റെ ചാനലിലൂടെ എന്നെയും കുറച്ചൊക്കെ അറിയാമല്ലോ. അതൊക്കെ ഒരു രസമല്ലേ. മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നിട്ടില്ലെങ്കിൽ നമുക്ക് ബോറടിക്കൂലേ. അപ്പോൾ നമുക്ക് ബോറടിയൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നമ്മുടെ കുക്കിങ്ങിലേക്ക് കിടക്കട്ടോ. ഞാനിപ്പോൾ ഇത് 1 കിലോ കക്കയാണ് വാങ്ങിയേക്കണേ. അത് ഇവിടെ കിലോ കണക്കാണ് കിട്ടുക. നമ്മൾ ചെറുപ്പത്തിലൊക്കെ എന്താ പറയുക ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റില്ലേ, ആ ബക്കറ്റ് കൊണ്ട് ഒരു ബക്കറ്റ് 20 രൂപയ്ക്ക് മേടിച്ചൊരു കാലഘട്ടമൊക്കെ ആയിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാത്തിനും വില കൂടിയില്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളിപ്പോൾ ഒക്കെ കിലോ കണക്കൊക്കെയാണ്. അപ്പോൾ അത് കാരണം 1 കിലോ കുഞ്ഞി കക്ക വാങ്ങിയിട്ടില്ല. ഞാൻ 2 ടൈപ്പ് കക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു. കുഞ്ഞിക്കക്കയാണ് ഇതിന് കൂടുതൽ ഉപയോഗിക്കാൻ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് കക്ക കഴുകണം കേട്ടോ. കക്കയുടെ മേലുള്ള ചളിയും അതുപോലെ തന്നെ അതിൽ ഇടയ്ക്ക് ഇങ്ങനെ കിട്ടും നമുക്ക് ചെറിയ ചെറിയ തരിതരി മണ്ണൊക്കെ. അപ്പോൾ ആ മണ്ണൊക്കെ നല്ലതുപോലെ കഴുകണം. നിങ്ങളൊരു 10 പ്രാവശ്യം കഴുകിയാൽ അത്രയും നല്ലത്. അപ്പോൾ അത്രയും വൃത്തിയായി കഴുകി കഴിഞ്ഞാലാണ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഇത് നമ്മൾ ചെയ്യണത് വളരെ നാച്ചുറൽ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല വൃത്തിക്ക് കക്ക കഴുകിയെടുക്കുക. അപ്പോൾ കക്ക കഴുകൽ ഞാനും നല്ല വൃത്തിക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ കക്ക കഴുകലൊക്കെ കഴിഞ്ഞു. ഇനി കക്ക കഴുകി കഴിഞ്ഞാൽ നമുക്കിത് പുഴുങ്ങിയെടുക്കണം. അതിനായിട്ട് നമ്മളൊരു പാത്രം വയ്ക്കുക. എന്നിട്ട് നേരെ നമ്മുടെ കക്കാസിനെല്ലാം വാരിയിട്ട് അതിലോട്ട് ഇടുക. ഞാൻ എടുത്തിരിക്കുന്ന പാത്രം അത്ര വലിയ പാത്രമല്ല, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ കക്കയെല്ലാം ഒതുക്കി വാരി വെച്ചതിന് ശേഷം ഞാനൊരു മാങ്ങ എടുത്തിട്ട്, നല്ല പുളിയുള്ളൊരു മാങ്ങ കേട്ടോ, ആ മാങ്ങ എടുത്ത് നല്ല മുറിച്ച് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കക്കയിൽ എന്താ മാങ്ങാന്ന് വിചാരിക്കേണ്ട. നമ്മളിനി കക്ക വേവിക്കുമല്ലോ, വേവിക്കുന്ന സമയത്ത് ഈ മാങ്ങയും അതിൻ്റെ കൂടെ കിടന്ന് വേവണം. ഈ മാങ്ങ മാത്രമല്ല, ഇതിൻ്റെ കൂടെ നമ്മളിനി വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടി ഇട്ടിട്ട് വേവിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. പിന്നെ മാങ്ങ അരിഞ്ഞിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അതായത് ഒരുപാട് ചെറുതായി പോകരുത്. നമുക്ക് ഈ മാങ്ങ ഒക്കെ വെന്ത് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് എടുക്കാൻ പാകത്തിനായിട്ട് വേണം നമ്മൾ കഷ്ണങ്ങളാക്കി മുറിച്ചിടാനായിട്ട്. പിന്നെ ഞാൻ ഒരു മാങ്ങയൊക്കെയാണ് നമുക്ക് കറിക്ക് ആവശ്യമായിട്ട് അരിഞ്ഞിടാനാണെങ്കിൽ ഞാൻ കട്ടിംഗ് ബോർഡൊന്നും ഉപയോഗിക്കില്ല കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് അരിയുക. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ കൈയൊന്നും മുറിയാത്ത രീതിയിൽ അരിഞ്ഞിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ മാങ്ങയെല്ലാം മുറിച്ച് ഒതുക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു 2-3 മിളക്, എരിവുള്ളതിനനുസരിച്ച് നിങ്ങൾക്ക് മിളക് ഇടാം കേട്ടോ. നിങ്ങൾ ഒരുപാട് എരിവ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത്
കുറച്ച് പച്ചമുളകും കൂടി ആഡ് ചെയ്യാം. കാന്താരിയൊക്കെ കിട്ടണമെങ്കിൽ നല്ലത്. നമുക്ക് കാന്താരി ഒന്നും അവൈലബിൾ അല്ല. അതുപോലെ തന്നെ നല്ല കറിവേപ്പില, പിന്നെ കുറച്ച് ഉപ്പ്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ആ വെള്ളം എന്തിനാണ് ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാങ്ങയും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇട്ടിട്ടുള്ള വേപ്പിലയും അതുപോലെ നമ്മളുടെ പച്ചമുളകൊക്കെ വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. നമ്മളിത് പുഴുങ്ങാൻ വെക്കുമ്പോൾ കക്കയുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങണ വെള്ളം കൂടെ ചേർന്നിട്ട് അത് നല്ലതുപോലെ വെന്ത് കിട്ടിക്കോളും നമുക്ക്. ഇനി ഇതെല്ലാം ചേർത്ത് അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അത് വേവാനായിട്ടൊരു 10 മിനിറ്റ് നിങ്ങൾ വേവിച്ചാൽ മതി. അത് വേവിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക വെച്ച് കഴിഞ്ഞാൽ ഞാൻ എടുത്തുള്ള കുഞ്ഞ് പാത്രമായ കാരണം കൊണ്ട് ഇത് തിളച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ തിളച്ച് പോവില്ല. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് നോക്കി അതിൻ്റെ പാകത്തിനനുസരിച്ച് ഇളക്കി കൂട്ടി കൊടുക്കണം. അതുപോലെ നമ്മൾ ഫ്രണ്ടിലല്ലേ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ മാങ്ങേനൊക്കെ അങ്ങോട്ട് തട്ടി താഴേക്ക് തള്ളിയിട്ടോട്ടാ, അല്ലെങ്കിൽ അത് വെന്ത് കിട്ടില്ല. മാത്രമല്ല ഈ സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യണേ, അല്ലെങ്കിൽ നല്ലതുപോലെ തിളച്ച് പൊന്തിപ്പോവും. പിന്നെ അത് എന്താ പറയുക, നമുക്കിതിൻ്റെ വെള്ളമാണ് നമ്മൾ ഉപയോഗിച്ചിട്ട് കറി വയ്ക്കാൻ പോകുന്നത്. ഞാൻ ആ സർപ്രൈസ് റിവീൽ ചെയ്തല്ലേ, നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇതിൻ്റെ വെള്ളമാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റും. അങ്ങനെ പുഴുങ്ങിയെടുത്ത കക്കയെ നമ്മൾ ചൂടാറാൻ അനുവദിക്കണം കേട്ടോ. അങ്ങനെ ചൂടാറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ അരയെടുത്ത് മാറ്റുന്നത്. അരയെടുത്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇതിൽ ഇട്ട് വെച്ചിരുന്ന പച്ചമുളകും മാങ്ങയും അതുപോലെ തന്നെ വേപ്പിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ സെപ്പറേറ്റ് ചെയ്യാൻ വേണം. ഞാനിപ്പോൾ ഒന്നിലാണ് ഇടുന്നത്, അത് കഴിഞ്ഞിട്ട് ഞാൻ മാറ്റാമെന്ന് വിചാരിച്ചേട്ടോ. അങ്ങനെ ഈ പരിപാടി അങ്ങ് അതിൻ്റെ വൃത്തിക്ക് നടക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചാൽ എൻ്റെ കയ്യിലെ മൈലാഞ്ചി എൻ്റെ പ്രാണക്കുട്ടി പെരുന്നാളിന് ഇട്ടെന്നാണ് കേട്ടോ. അമ്മ എല്ലാവരും ഇടുന്നുണ്ട്, അപ്പം ഞാൻ അമ്മയ്ക്ക് ഇട്ട് തരട്ടെ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ സാധാരണ ഇതിൻ്റെ ബലിയാട് പ്രേവിയാണ് ആവാറ്. ഇപ്രാവശ്യം ഞാനാണ് തലവെച്ച് കൊടുത്തത്. എൻ്റെ കൈ മൊത്തം ഇങ്ങനെ എന്തൊക്കെയോ അവൾ വരച്ച് വെച്ചിട്ടുണ്ട്. അവളുടെ വിചാരം അവൾ ഭയങ്കര ആർട്ടിസ്റ്റാണ്. എന്തായാലും നടക്കട്ടെ, കുട്ടികളുടെ ഒരു സന്തോഷമല്ലേ അല്ലേ. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഈ ഒരു റെസിപ്പി എൻ്റെ മനസ്സിൽ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു വെക്കേഷൻ്റെ സമയത്ത് അച്ഛൻ്റെ പെങ്ങളെ വീട്ടിൽ വിരുന്ന് നിൽക്കാൻ പോകില്ലേ നമ്മൾ, അങ്ങനെ പോയപ്പോൾ അവിടുത്തെ അമ്മായി എനിക്ക് ഉണ്ടാക്കി തന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് എന്താ പറയുക, നമ്മളെന്തെങ്കിലും കിട്ടുക, കഴിക്കുക, കളിക്കുക അങ്ങനെയുള്ളൊരു നേച്ചറായിരുന്നല്ലോ. പക്ഷെ എന്നാൽ പോലും അത് കഴിച്ചപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റാണ് ഞാനിവിടെ റീക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നത്. ഇതിൽ എൻ്റെ വക മോഡിഫിക്കേഷനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കക്കരയെല്ലാം നമ്മൾ മാറ്റിയതിന് ശേഷം അതിലുണ്ടാവുന്ന വെള്ളം നമ്മളൊരു കപ്പിലേക്ക് സ്ട്രെയിൻ ചെയ്ത് മാറ്റി വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച കക്കയൊക്കെ നല്ല വൃത്തിയായിട്ട് മണ്ണെല്ലാം കളയുന്ന രീതിയിൽ കഴുകണം. പിന്നെ ഈ കക്ക വൃത്തിയാക്കി എടുക്കുന്ന ഒരു സ്റ്റെപ്പില്ലേ, അതിൽ 2 വിഭാഗക്കാരുണ്ട്. ഒന്ന് ഇതിൻ്റെ വേസ്റ്റ് കളയാത്തവരും, മറ്റൊരു വിഭാഗം ഇതിൻ്റെ വേസ്റ്റ് എഡിബിളാണെന്ന് വിചാരിച്ചിട്ട് അതോടുകൂടി തന്നെ യൂസ് ചെയ്യുന്ന ആൾക്കാരും. ഞാൻ ചെറിയ കക്കയുടെ വേസ്റ്റൊന്നും കളയില്ല കേട്ടോ. അത് ഞാൻ എന്താ പറയുക, നമ്മൾ കുക്ക് ചെയ്യും. അതല്ലാതെ വലിയ കക്ക കിട്ടുകയാണെങ്കിൽ ഞാനത് വേസ്റ്റെല്ലാം ഞെക്കി കളഞ്ഞിട്ടാണ് നമ്മൾ ഉപയോഗിക്കാറ്. ഓക്കെ, ഇനി നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ചെറിയ ഉള്ളി, അതുപോലെ തന്നെ ഇഞ്ചി, വേപ്പില, ഇതൊക്കെ ചതച്ചത്, പിന്നെ നമുക്ക് വറ്റൽമുളക് പൊടിച്ച് വെച്ചതുണ്ട്, പിന്നെ നമ്മളിന്ന് മാറ്റി വെച്ച കക്കവെള്ളവും കക്കയും പിന്നെ മാങ്ങയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതിൽ കൂടുതൽ വേറെ നമുക്ക് ആഡ് ചെയ്യേണ്ടത് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. അത് നമുക്ക് പോകെ പോകെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ ചട്ടി ചൂടാക്കാൻ വെക്കുക, അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിക്കുക. അതിനുശേഷം ക്രഷ്ഡ് ചില്ലി ഇട്ടിട്ട് നല്ലതുപോലെ നമ്മൾ വറുത്തെടുക്കുക. വറുത്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകരുത് കേട്ടോ. അത് നല്ല രീതിക്ക് നല്ല മൂത്ത് വരില്ലേ, ആ ഒരു നല്ലൊരു സ്മെല്ല് വരില്ലേ, ആ ഒരു സ്മെല്ലാവുന്ന വരെ നമ്മൾ സിമ്മിലിട്ടിട്ട് അത് നല്ല വൃത്തിക്ക് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം അതിലോട്ട് നമ്മൾ മാറ്റി വെച്ച കക്കവെള്ളം ഒഴിച്ചു കൊടുക്കുക. ഈ ഒഴിക്കുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഒഴിച്ചോ, ഇല്ലെങ്കിൽ അത് തെറിച്ച് നമ്മുടെ മേലിൽ പൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണം ഒന്ന് ശ്രദ്ധിക്കണേ. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മാങ്ങയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇല്ലേ വേവിച്ച് വെച്ചിട്ടില്ല, അപ്പോൾ അതൊക്കെ നല്ലതുപോലെ കൈനെ കൊണ്ട് ഞെരടോ, അല്ലെങ്കിൽ നിങ്ങളത് സ്മാഷ് ചെയ്യാനുള്ള സാധനം വെച്ചിട്ട് സ്മാഷ് ചെയ്തിട്ടോ നിങ്ങളത് ഈ ഒരു പരിവാക്കി വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കക്കയുടെ വെള്ളം ഒഴിച്ച സമയത്ത് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിരുന്നില്ലേ, പിന്നീട് ഞാനത് ഓണാക്കിയിട്ട് അതിന് തിളയ്ക്കാൻ അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വെള്ളത്തിലേക്ക് നമ്മൾ കക്ക അരച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 5 മിനിറ്റ് വേവിക്കുക. അതിനുശേഷം ഉടച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ മാങ്ങാ മിശ്രിതമില്ലേ, ആ മാങ്ങാ മിശ്രിതം നമ്മളതിൽ ഇട്ട് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് യോജിപ്പിക്കുക. കാരണം അത് കട്ടിയായിട്ടിരിക്കുന്ന ആ രൂപത്തിലല്ല നമ്മൾ ആ മാങ്ങ ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഉടച്ച് കറിയൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും തിളയ്ക്കാൻ അനുവദിക്കുക. അവിടുന്ന് ഒരു 3 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ. ഇതോടുകൂടി നമ്മുടെ ഒരു 90% കുക്കിങ്ങും കഴിഞ്ഞു. ഇനിയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് ഒരു ടേസ്റ്റ് മേക്കറിനൊക്കെ പോലെ ഒരു 2 ഇൻഗ്രീഡിയൻസും കൂടെ വരാൻ പോവാണ്. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും
ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്യുന്ന വെളിച്ചെണ്ണ മാക്സിമം അത് വെളിച്ചെണ്ണയായിട്ട് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണേ. റിഫൈൻഡ് ഓയിലൊന്നും ഒഴിച്ചിട്ട് നമ്മൾ ഈ ഒരു റെസിപ്പിയുടെ ആ ഒരു ഫീല് നഷ്ടമാക്കരുത് കേട്ടോ. എന്നുവെച്ചാൽ ആ ഒരു നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ നാടൻ സാധനങ്ങളുടെ ഒരു ടേസ്റ്റിൻ്റെ ഒപ്പം നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടേസ്റ്റും ആ ഒരു ഫീലും അതൊന്ന് ടേസ്റ്റ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.